സോ രണ്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് പ്ലാനറ്റ് മെയ്ഡ് എൻറ്റയർലി ഓഫ് ഡയമണ്ട്, അതായത് ഡയമണ്ട് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാനറ്റ്. സോ ഇത് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആകാശത്തോട്ട് നോക്കുമ്പോഴേ നമുക്ക് നിരവധി കോൺസ്റ്റലേഷൻസ് കാണാൻ പറ്റും. സോ അതിൽ തന്നെ ക്യാൻസർ എന്ന് പറയുന്ന കോൺസ്റ്റലേഷനിലാണ് ഇതുള്ളത്. സോ ഈ ഒരു പ്ലാനറ്റിൻ്റെ പേര് വരുന്നത് 55 കാൻഡറി ഇ എന്നാണ്. സോ ഈ ഒരു പ്ലാനറ്റ് വരുന്നത് നമ്മളിൽ നിന്നും ഏകദേശം 40 ലൈറ്റ് ഇയേഴ്സ് എവേ ആയിട്ടാണ്, അതായത് 40 ലൈറ്റ് ഇയേഴ്സ് ദൂരെയാണ്. സോ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പ്ലാനറ്റ് ഫുൾ ഡയമണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനറ്റിൽ തന്നെ ഭയങ്കര ഹൈ കാർബൺ കണ്ടന്റ് ആണ്. അതായത് നമുക്കറിയാം ഡയമണ്ട് എന്ന് പറയുന്നത് ഒരു കാർബൺ കൊണ്ട് ഉണ്ടാക്കിയിരുന്ന സാധനമാണ്. സോ ഈ ഒരു പ്ലാനറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഹൈ കാർബൺ കണ്ടന്റ് ഉണ്ട്. അതേപോലെ തന്നെ മാസീവ് പ്രഷറാണ്. അതേപോലെ തന്നെ ഭയങ്കര ഹൈ ടെമ്പറേച്ചറാണ്. ഏകദേശം 2400 സെൽഷ്യസ് ഒക്കെ വരുന്ന ഒരു ടെമ്പറേച്ചറാണ് അവിടെ ഉള്ളത്. സോ ഈ ഒരു എൻവയോൺമെൻറ്റ് തന്നെ ധാരാളമാണ് ഒരു കാർബണിന് ഡയമണ്ടിൻ്റെ ഒരു സ്ട്രക്ചർ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു പ്ലാനറ്റ് അപ്പം നമ്മൾ വിചാരിക്കും ഈ ഒരു പ്ലാനറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ഫുള്ള് ഡയമണ്ട് ആയിരിക്കാം, ഡയമണ്ട് നല്ല ഹാർഡായിട്ടുള്ള സർഫസ് ആയിരിക്കും. പക്ഷെ അല്ല, ഈ ഒരു സ്ഥലത്ത് കാല് കുത്തുമ്പോൾ തന്നെ നമ്മൾ കാല് കരിഞ്ഞു പോകും. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ടെമ്പറേച്ചറാണ്. അവിടുത്തെ സർഫസ് എന്ന് പറയുന്നതിൻ്റെ മോൾട്ടൺ ലാവ കണക്കാണ്, അതായത് ഒഴുകി നടക്കുന്ന ലാവ കണക്ക് അല്ലെങ്കിൽ ഉരുവിയിരിക്കുന്ന ലാവ കണക്കാണ് അവിടുത്തെ ഒരു സർഫസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ വോൾക്കാനോസ്, അതേപോലെ തന്നെ ഒഴുകുന്ന ഓഷൻ ഓഫ് മാഗ്മ, അതായത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മാഗ്മ, ഇതൊക്കെ ആയിരിക്കും നമുക്ക് കാണാറ്. അതുകൊണ്ട് അതൊരിക്കലും